പൂവിൽ നീറഞ്ഞ മധു പനി. ഹലോ ഗൈസ്, അപ്പൊ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പുതിയ വീഡിയോ ആണ്. എന്താ വീഡിയോ എന്ന് വെച്ചാൽ ഓണം അറ്റ് ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഡോക്ടർ അറേഞ്ച് ചെയ്തൊരു ഓണ പ്രോഗ്രാം ആണ് ഇത്. അവരുടെ അസോസിയേഷന്റെ മീറ്റിംഗിൽ വെച്ച് നമ്മുടെ ഓണ പ്രോഗ്രാം നടക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇപ്പൊ ഇന്റേൺഷിപ്പിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ മലയാളി സ്റ്റുഡൻസിന് അവർ തരുന്ന സ്നേഹസമ്മാനമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഓർഡർ കൊടുത്ത പൂവ് എടുത്തിട്ട് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ പോവാണ്. പുതിയ സെക്യൂരിറ്റിയെ നിയമിച്ചു. ചിലയിടത്ത് പൂക്കള്, ചിലയിടത്ത് ഡാൻസ് പ്രാക്ടീസ്, ചിലയിടത്ത് പാട്ട് പാടുക, അങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏത് കലാരൂപം എന്ന് വെച്ചാൽ അതറിയില്ല കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ബസ് കയറി നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് പോവാൻ. നമ്മൾ പൂക്കളം ഇട്ടിട്ട് നേരെ തിരിച്ചു വന്നിട്ട് റെഡി ആയിട്ട് ഈവനിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകും. ഞങ്ങൾ 4th ഇയർ ആണ്. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് പൂക്കള മത്സരം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ കോമ്പറ്റേറ്റ് ചെയ്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്ന കേട്ടോ. അപ്പൊ ഈ വട്ടത്തെ ആ കുറവ് നമ്മൾ ഇതിലങ്ങ് നികത്താൻ വേണ്ടി ആ തീരുമാനത്തിൽ നമ്മൾ ഒറ്റ മൈൻഡിൽ നേരെ അങ്ങോട്ട് പോവാണ്. സോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ, ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബസ്സിൽ കളിയായി, തമാശകളായി, ഓരോന്ന് പറയാൻ തുടങ്ങി. ചിലരവിടെ നിന്ന് മുല്ലപ്പൂ വെട്ടുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോ പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വരയ്ക്കാനുള്ള സ്ഥലം നോക്കി ചോക്ക് പീസ് അങ്ങനെ എല്ലായിടത്തും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ഥലത്ത് പലതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സ്പ്ലിറ്റ് ആയതിനു ശേഷം കുറച്ച് പേര് വരയ്ക്കാൻ, കുറച്ച് പേര് പൂ പിച്ചാൻ, അങ്ങനെ പലതായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് നമ്മൾ പരിപാടി സെറ്റാക്കുവാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ഓണപ്പാട്ട് നടക്കുന്നുണ്ട് ഗൈസ്. ഇനി ഇവിടെ ഓണത്തല്ല് നടക്കുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഈ ചിരി എന്തിനാന്ന് വെച്ചാൽ അധ്വാനിക്കുന്ന മനുഷ്യനെ പലരും പലതും പറയും. എന്റെ മുട്ട് കുറച്ച് അഴുക്കായിട്ടുണ്ട്, തറയിൽ ഇരുന്നുണ്ട്. അതിന്റെ ചിരിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ വന്ന ഡിസൈന് പെർഫെക്റ്റ് ആക്കാൻ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കയ്യിലൊക്കെ നമ്മുടെ ചോക്കിന്റെ പാടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തുടച്ചു കളഞ്ഞിട്ട് നമുക്ക് പൂക്കളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ തകൃതിയായിട്ട് നമ്മുടെ പൂവിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്നും ഇവിടുന്ന് ഒക്കെ ഇടുവാണ്. ഏതൊക്കെ ഇടണമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഏത് കളറാണോ കിട്ടിയത് അത് അങ്ങോട്ടും ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് പോവാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ അത്തപ്പൂക്കളത്തിന്റെ പരിപാടി തീരാറാവുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാലൻസ് പൂ വന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സൈഡിൽ ഒരു കഥകളിയും പിന്നെ വള്ളവും വരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ 1000 രൂപയ്ക്ക് പൂ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് തമിഴ്നാടായോണ്ടെന്ന് അറിയത്തില്ല, ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ബാലൻസും വന്നിട്ടുണ്ട്. അവസാനത്തെ ഞങ്ങളുടെ ചിന്ത എങ്ങനെയും ഈ പൂക്കൾ തീർക്കണമെന്നായിരുന്നു. അങ്ങനെ ഗൈസ്, നമ്മുടെ പൂക്കളത്തിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബാലൻസ് വന്ന പൂ വെച്ച് കഥകളിയും വെള്ളവും ഒക്കെ വരച്ച് സെറ്റാക്കാം. അതിന്റെ ഇടയിൽ കൂടെ അവിടുത്തെ അണ്ണൻ നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഐസ്ക്രീം അല്ല, മറ്റേ ബാർ ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊണ്ട് തന്നെ. നമ്മളപ്പോഴേക്കും ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്, വിയർത്ത് പണ്ടാരം അടങ്ങിയിട്ടുണ്ട്. കാരണം ഭയങ്കര ചൂടായിരുന്നു, ഷീറ്റിട്ട സ്ഥലമായിരുന്നു. ഫാന് പൂക്കൾ ഇടുന്നോണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. സോ ഭയങ്കര വിയർത്ത് ഒരവസ്ഥ ആയിട്ടുണ്ട്. പിന്നെ ആ പൂക്കളം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഇട്ടതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ അധ്വാനം താഴെ കിടക്കുന്നതെന്ന് കാണുമ്പോഴേക്കും ഒരു സമാധാനം, ഒരു ആശ്വാസം. അതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്.
പിന്നെ നമ്മൾ മലയാളത്തിൽ ഓണാശംസകൾ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പിന്നെ മാറ്റി ഹാപ്പി ഓണമെന്നാക്കി. പിന്നെ നമ്മൾ വിളക്ക് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്ന് കത്തിച്ചാൽ മതിയുള്ളൂ. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. കാരണം എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ ക്ലീനിങ് മാത്രമേ ഉള്ളൂ ബാക്കി. നമ്മളങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. സോ നമ്മൾ തിരിച്ച് പോകാൻ പോകും. നമ്മുടെ വണ്ടി അടക്കും. ഇങ്ങനെ കാണിക്കണം, അത് ഇങ്ങനെ കാണിക്കാം. ഞങ്ങൾ ഇനി ഒരുങ്ങി സുന്ദരികളായിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോണ വഴിക്ക് ഒരിടത്ത് നിർത്തിയിട്ടുണ്ട് കോഫി കുടിക്കാനായിട്ട്. അങ്ങനെ എല്ലാം വളരെ സമാധാനത്തോടെ പോയിക്കൊണ്ടിരിക്കെ നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് ഓണത്തെല്ലാം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ അടിയോടുകൂടി ഈ വീഡിയോ തീരുവാണ്. അപ്പൊ ഓക്കെ.